Hi dear students. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സെക്ഷൻ 185 പ്രകാരം അസസ് ചെയ്യപ്പെടുന്ന ഫേമിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. PFAOP പാർട്ണർഷിപ്പ് ഫേം അസസ്ഡ് ആസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്ന ഒരു ടൈപ്പ് ഓഫ് ഫേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് രണ്ട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മെറ്റീരിയൽസിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. X, Y and Z are three equal partners in a firm of which X is a non-working partner. എക്സും വൈയും ഇസഡും ഉൾപ്പെടുന്ന 3 ഈക്വൽ പാർട്ട്നേഴ്സ്, ഈക്വൽ ആയിട്ട് പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യപ്പെടുന്ന പാർട്ട്നേഴ്സ് ഉള്ള ഒരു ഫേമിൽ മിസ്റ്റർ എക്സ് ഒരു നോൺ വർക്കിംഗ് പാർട്ട്ണറാണ്. ദി ഫേംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020 ഈസ് ഗിവൺ ബിലോ. അല്ലേ, ആ ഒരു ഫേമിൻ്റെ 2020 മാർച്ച് 31 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ റെൻറ്റ്, ഓഫീസ് എക്സ്പെൻസസ്, സാലറീസ്, അഡ്വർടൈസ്മെൻറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, ചാരിറ്റി ആൻഡ് ഡൊണേഷൻസ്, ബാഡ് ഡെപ്റ്റ് റിസർവ്, ബാഡ് ഡെപ്റ്റ്, sundry expenses, depreciation allowed by the department, interest on capital X, Y and Z, then commission X, Y and Z, net profit of the firm rupees 25,000. On credit side, gross profit, discount, bad debt recovered, bank interest. Okay, ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഇനി ചില അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് താഴെ തന്നത് കാണാൻ കഴിയും. ഒന്നാമത്തത് സാലറീസ് ഇൻക്ലൂഡ് പാർട്ട്നേഴ്സ് സാലറീസ് Y 15,000, Z rupees 10,000. Bad debts admissible by the department rupees 12,500. Furniture purchased by X for personal use rupees 10,000 has been debited to sundry expenses. Fourth one, donation includes donation to a local school rupees 3,500 by check, to a club rupees 1,000 and to a trade association rupees 500 in cash. Fifth one, capital account of partners at the beginning of the previous year as on 1st April 2019 was X 2 lakh, Y 1 lakh, Z rupees 1 lakh. Sixth one, office expenses include bonus to partners X 1,000, Y 2,500 and Z rupees 1,500. Compute the profit from business, total income and tax liability of the firm for 11th assessment year and also calculate the share of each partner in the firm. The firm does not fulfill the conditions of section 184. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ അവസാന പാർട്ടിൽ പറയുന്നുണ്ട്, ഈ ഫേം സെക്ഷൻ 184 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാത്ത ഫേമാണ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 185 അസസ് ചെയ്യപ്പെടേണ്ടുന്ന ഫേമാണ്. ഈ ഫേമിൻ്റെ ബിസിനസിൻ്റെ പ്രോഫിറ്റ്, ടോട്ടൽ ഇൻകം, ടാക്സ് ലയബിലിറ്റി, അതുപോലെ ഓരോ പാർട്ട്നേഴ്സിനും ഫേമിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് ഇൻകം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ സെക്ഷൻ 184 ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നു. അത് ഡിഡക്ഷൻസ് ആയിട്ട് വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എമൗണ്ട് കുറക്കുന്നു. ഈ പ്രൊവിഷനൊന്നും എവിടെ ആപ്ലിക്കബിൾ അല്ല. ഇതൊന്നും ഇവിടെ നമ്മൾ 185 പ്രകാരമാകുമ്പോൾ അവിടെ അപ്ലിക്കബിൾ അല്ല. അവിടെ നമ്മൾ സാധാരണ ഒരു ബിസിനസ്സിൻ്റെ, ഒരു അസസിയുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സെക്ഷൻ 28 മുതൽ 44 വരെയുള്ള അതേ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യുകയും പാർട്ട്നേഴ്സിന്, വർക്കിംഗ് പാർട്ട്നേഴ്സ് ആവട്ടെ നോൺ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആവട്ടെ, അവർ കൊടുക്കുന്ന എന്ത് റെമ്യൂണറേഷൻ എമൗണ്ട് ആണെങ്കിലും അതിനെ ഒക്കെ തന്നെ ഇനഡ്മിസിബിളായിട്ട് കണക്കാക്കി പ്രോഫിറ്റിൻ്റെ കൂടെ അതിനെല്ലാം ആഡ് ചെയ്യണം. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ അത് എത്ര ശതമാനമാണെങ്കിലും, 1% പോലും അത് ഇനഡ്മിസിബിൾ ആണ്, ഡിസ്അലൗഡ് ആണ്. അത് നമ്മൾ ഫേമിൻ്റെ ഇൻകത്തിൻ്റെ, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം.
ഇതൊക്കെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 9ാമത്തെ ഈ ക്വസ്റ്റ്യനകത്ത് വരുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ₹25,000 ആണ് അല്ലേ. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ₹25,000. ഇതിനകത്ത് നമുക്ക് ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് നോക്കാം. അതിൽ 1ാമത്തെ ഐറ്റം റെൻ്റ് ആണ് അല്ലേ. റെൻ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്, വേറെ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. 2ാമത് ഓഫീസ് എക്സ്പെൻസസ് ₹25,000. ഓഫീസ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് 6ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഓഫീസ് എക്സ്പെൻസസ് ഇൻക്ലൂഡ് ബോണസ് ടു പാർട്ട്നേഴ്സ് ₹1,000, ₹2,500 ആൻഡ് ₹1,500 to X and Y, Z റെസ്പെക്റ്റീവ്ലി അല്ലേ. ഇവിടെ ഓഫീസ് എക്സ്പെൻസിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള എക്സിനും വൈക്കും ഇസഡിനും ബോണസ് കൊടുക്കുന്നുണ്ട്. ബോണസ് എന്ന് പറയുമ്പോൾ എന്താണ്? റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആണ്. അത് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇനഡ്മിസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബോണസിൻ്റെ എമൗണ്ട് എക്സിനും വൈക്കും ഇസഡിനുമുള്ള എമൗണ്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ബോണസ് ടു പാർട്ട്നേഴ്സ് എക്സ്, വൈ ആൻഡ് ഇസഡ്. 1,000, 2,500 and ₹1,500. Total amount of ₹5,000 is added to the amount of net profit. Okay, then next item in profit and loss account, salaries. Salaries ₹1 lakh ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണുന്ന എമൗണ്ട്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് വൺ, സാലറീസ് ഇൻക്ലൂഡ് പാർട്ട്നേഴ്സ് സാലറീസ് Y 15,000, Z ₹10,000. ഈ സാലറീസിനകത്ത് പാർട്ട്നേഴ്സിൻ്റെ സാലറി ഉണ്ട്. Y ആൻഡ് Z ഈ രണ്ട് പേർക്കുള്ള സാലറി എമൗണ്ട് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇനഡ്മിസിബിൾ ആണ്, പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സാലറീസ് എന്ന് പറയുന്ന എമൗണ്ട് പാർട്ട്നേഴ്സ് Y ആൻഡ് Z ₹15,000 and 10,000, total ₹25,000 is added. The next item പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്വർടൈസ്മെൻ്റ് ആണ്, ബിസിനസ്സിൻ്റെ അഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും നമ്മുടെ എക്സാമ്പിളിനകത്ത് പറയുന്നില്ല. വാല്യൂ ആഡഡ് ടാക്സ് അതും അഡ്മിസിബിൾ ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. ചാരിറ്റി ആൻഡ് ഡൊണേഷൻസ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ₹5,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ 5,000 എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിലെ 4ാമത്തെ ഐറ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഡൊണേഷൻ ഇൻക്ലൂഡ്സ് ഡൊണേഷൻ ടു എ ലോക്കൽ സ്കൂൾ 3,500 by check, to a club ₹1,000 and to trade association ₹500 in cash. മൊത്തം 5,000 കൊടുക്കുന്നതിൽ ₹3,500 ചെക്കായിട്ട് ഒരു ലോക്കൽ സ്കൂളിനും, ₹1,000 ഒരു ക്ലബിനും, ₹500 ട്രേഡ് അസോസിയേഷന് ക്യാഷ് ആയിട്ടുമാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ മൊത്തം 5,000 രൂപയായി. ആ 5,000 രൂപയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെട്ട എമൗണ്ടുകൾ. നമുക്കറിയാം ഡൊണേഷനോ ചാരിറ്റിയോ കൊടുക്കുന്ന എമൗണ്ട് ഒരു ഇനഡ്മിസിബിൾ എക്സ്പെൻസ് ആണ്. എന്നാൽ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു ഐറ്റം ഉണ്ട്. ഈ 3,500 ലോക്കൽ സ്കൂളിനാണ്, ഇനഡ്മിസിബിൾ ആണ്. ഒരു ക്ലബിന് കൊടുക്കുന്ന എമൗണ്ടും ഇനഡ്മിസിബിൾ ആണ്. എന്നാൽ ട്രേഡ് അസോസിയേഷൻ ബിസിനസ്സിൻ്റെ ഫങ്ഷനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡൊണേഷൻ ആയതുകൊണ്ട് അത് അഡ്മിസിബിൾ ആണ്. ആ ₹500 അഡ്മിസിബിൾ ആണ്. അപ്പോൾ മൊത്തം 5,000 ഡൊണേഷൻ ഉള്ളതിൽ ₹4,500 ഇനഡ്മിസിബിളും 500 അഡ്മിസിബിളുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 5,000 രൂപയിൽ ₹5,000 എന്ന് പറയുന്ന എമൗണ്ടിൽ ₹4,500 നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ചാരിറ്റി ആൻഡ് ഡൊണേഷൻ ദാറ്റ് ഈസ് ₹5,000 minus 500 to trade association. Then ₹4,500 is added. The next item പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണുന്നത് ബാഡ് ഡെപ്റ്റ് റിസർവ് ആണ് അല്ലേ. റിസർവും പ്രൊവിഷനും ഒക്കെ എല്ലാ സമയത്തും ഇനഡ്മിസിബിൾ ആണ്. അതുകൊണ്ട് ₹10,000 എന്ന് പറയുന്ന ബാഡ് ഡെപ്റ്റ് റിസർവിൻ്റെ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ബാഡ് റിസർവ് ₹10,000 is added. നെക്സ്റ്റ് ഐറ്റം ബാഡ് ഡെപ്റ്റ് ആണ്. ആക്ച്വൽ ബാഡ് ഡെപ്റ്റ് ആണ് പറയുന്നത്. ₹15,000 ആണ് ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതേസമയത്ത് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് 2ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. ബാഡ് ഡെപ്റ്റ് അഡ്മിസിബിൾ ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ₹12,500. 12,500 രൂപയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്മിറ്റ് ചെയ്യുന്ന പെർമിസിബിളായ ബാഡ് ഡെപ്റ്റ് ഉള്ളത്. ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്ത എമൗണ്ട് 15,000 ആണ് അല്ലേ. അപ്പോൾ ₹2,500 എക്സസ് ഡെബിറ്റ് ബാഡ് ഡെപ്റ്റിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനഡ്മിസിബിൾ ആണ് ആ ₹2,500 എന്ന് പറയുന്ന എമൗണ്ട്. അത് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ബാഡ് ഡെപ്റ്റ് 15,000 minus 12,500, ₹2,500 is added. The next item പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണുന്നത് സൺട്രി എക്സ്പെൻസസ് ആണ്. സൺട്രി എക്സ്പെൻസസ് ₹20,000.
സൺട്രി എക്സ്പെൻസസിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇതിനകത്ത് പറയാത്തത് കൊണ്ട് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്ത് നമ്മൾ അതെടുക്കുന്നില്ല. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ അലൗഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്രീസിയേഷൻ അനുവദിച്ചിട്ടുള്ള ₹25,000 ആണ്. ഇത് അലൗഡ് എമൗണ്ട് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലെ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കുന്ന ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ആണ്. സോ നോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. അതുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ 185 പ്രകാരം അസസ് ചെയ്യപ്പെടുന്ന ഫേം ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ് കൊടുത്താലും, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കാണാൻ പറ്റും നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 5ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് X 2 ലക്ഷം, Y 1 ലക്ഷം, Z 1 ലക്ഷം. അതിൽ ഇവർക്കെല്ലാം കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ് എക്സിന് കിട്ടുന്നത്. 50,000 എന്ന് പറയുമ്പോൾ 2 lakhന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 25% ആണ് അല്ലേ. അതുപോലെ വൈക്കും ഇസഡിനും കിട്ടുന്നത് ₹25,000 വീതമാണ്. അത് 1 lakhന് 25% ആണ്. അപ്പോൾ 25% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് ഇവിടെ എക്സിനും വൈക്കും ഇസഡിനും കിട്ടുന്നത്. നമ്മൾ സെക്ഷൻ 185 അസസ്മെൻറ്റ് ഉള്ള ഫേം ആകുമ്പോൾ പറയുന്നുണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര തന്നെയാണെങ്കിലും അത് ഫുള്ളി ഡിസലൗഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സിനും വൈക്കും ഇസഡിനും കിട്ടുന്ന 50,000 പ്ലസ് 25,000 പ്ലസ് 25,000 എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സ്, വൈ ആൻഡ് ഇസഡ് ₹50,000 പ്ലസ് 25,000 പ്ലസ് 25,000 ടോട്ടൽ ₹1 lakh ഈസ് ആഡഡ്. നെക്സ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്മീഷനാണ്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ റെമ്യൂണറേഷൻ ആണ്. എക്സിനും വൈക്കും ഇസഡിനും ഈ എമൗണ്ട് കിട്ടുന്നുണ്ട്. 15,000 പ്ലസ് 10,000 പ്ലസ് 5,000 അല്ലേ. അത്രയും എമൗണ്ട് കമ്മീഷനായിട്ട് വരുന്നുണ്ട്. ആ എമൗണ്ടും പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് എക്സ്, വൈ ആൻഡ് ഇസഡ്. ദി എമൗണ്ട്സ് ആർ 15,000 പ്ലസ് 10,000 പ്ലസ് 5,000. ടോട്ടൽ എമൗണ്ട് ഓഫ് ₹30,000 ഈസ് ആഡഡ് ബാക്ക്. നെക്സ്റ്റ് ഇത്രയും ഐറ്റമാണ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഐറ്റം ഉള്ളത്. ഇനി ഇതിൽ വേറൊരു കാര്യം പറയുന്നത് സൺട്രി എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കേസാണ്. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് പറയുന്ന 3ാമത്തെ ഐറ്റം ഉണ്ട് അല്ലേ. ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ എക്സ് ഫോർ പേഴ്സണൽ യൂസ് ₹10,000 ഹാസ് ബീൻ ഡെബിറ്റഡ് ടു സൺട്രി എക്സ്പെൻസസ്. സൺട്രി എക്സ്പെൻസസിൻ്റെ എമൗണ്ട് ₹20,000 ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 20,000മായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ പറയുന്നത്. ഈ 20,000ൽ 10,000 എന്ന് പറയുന്നത് ഇതിൽ പാർട്ട്ണറായിട്ടുള്ള എക്സിൻ്റെ പേഴ്സണൽ യൂസിന് ഒരു ഫർണിച്ചർ വാങ്ങിച്ചതാണ്. അപ്പോൾ ഫർണിച്ചർ എക്സിൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ പേഴ്സണൽ എക്സ്പെൻസ് ആണ്, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല. അപ്പോൾ അത് ഇൻഅഡ്മിസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ന പേരിൽ ഇതിനകത്ത് ഒരു ₹10,000 കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ₹10,000 അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്ന സൺട്രി എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐറ്റമാണ്. അത് നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കുകയാണ്. ടോട്ടൽ എടുക്കുന്ന സമയത്ത് ₹2,12,000 ആണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി ക്രെഡിറ്റ്സുകൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന 3 ഐറ്റംസ് ഉണ്ട്. ഒന്ന് ഡിസ്കൗണ്ട് ആണ്. സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ അഡ്മിസിബിൾ ഐറ്റമാണ്. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്. ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് നേരത്തെ അനുവദിക്കാത്ത ബാഡ് ഡെപ്റ്റ് ഒന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സിൻ്റെ ഇൻകം അല്ല. പക്ഷേ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് സിമ്പിളായിട്ട് പറയുമ്പോൾ അർത്ഥം നേരത്തെ അഡ്മിസിബിളായ ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്യുന്നതാണെന്നുള്ള അസംഷനിൽ നമ്മളതിനെ ഇൻകമായിട്ട് തന്നെ കണക്കാക്കണം. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. എന്നാൽ ബാങ്ക് ബാങ്കിന് ഡെപ്പോസിറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ബിസിനസ്സിൻ്റെ ഇൻകം അല്ല. അത് നമ്മൾ ടാക്സ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ₹3,000 നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ലെസ് ചെയ്യണം അല്ലേ. ലെസ് ബാങ്ക് ഇൻട്രസ്റ്റ് ₹3,000. അത് ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഫ്രം ബിസിനസ് കിട്ടും. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. സെക്ഷൻ 184 നമ്മൾ ഇവിടെ ഇപ്പോൾ കിട്ടിയ എമൗണ്ട് ബുക്ക് പ്രോഫിറ്റ് എന്ന പേരിലാണ് വിളിക്കുക അല്ലേ. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യും? വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എമൗണ്ട് കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെയാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ്സായി കണക്കാക്കപ്പെടുക. എന്നാൽ ഇവിടെ ബുക്ക് പ്രോഫിറ്റിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഫിഗർ തന്നെയാണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ മറ്റൊരു ഹെഡ് ഓഫ് ഇൻകം കൂടെ അതിനകത്ത് വരുന്നുണ്ട് അല്ലേ. ഇൻകം ഫ്രം അതർ സോഴ്സസ്. ബാങ്ക് ഇൻട്രസ്റ്റ് ₹3,000 വരുന്നത് നമ്മൾ അടുത്ത ഹെഡ് ഓഫ് ഇൻകം ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് അതർ ഇൻകംസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ₹3,000. ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് ഇടുന്നത് ₹2,09,000 പ്ലസ് 3,000. ₹2,12,000 ആണ് ഈ ഫേമിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇനി നമ്മൾ നേരത്തെ ഡൊണേഷൻസിൻ്റെ കേസ് പറയുകയാണ്. ഡൊണേഷൻസിനകത്ത് 5,000 രൂപയിൽ 3,500 രൂപ ലോക്കൽ സ്കൂളിനാണ്, 1,000 രൂപ ഒരു ക്ലബിനാണ്. ക്ലബിന് കൊടുക്കുന്ന എമൗണ്ട് നമ്മൾ എവിടെയും
80Gയിൽ ഡിഡക്റ്റബിൾ അല്ല. എന്നാൽ ഒരു ലോക്കൽ സ്കൂളിന് കൊടുക്കുമ്പോൾ അത് 80Gയിൽ വിത്ത് ലിമിറ്റ് 50% കാറ്റഗറിക്കകത്ത് വരും അല്ലേ. ഒരു നാഷണൽ എമിനൻസ് ഉള്ള സ്കൂളാണെങ്കിൽ അത് 100% നോ ലിമിറ്റ് കാറ്റഗറിക്കകത്ത് വരും. ഇത് നാഷണൽ സ്കൂളല്ല, ലോക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള സ്കൂൾ മാത്രമായതുകൊണ്ട് നമ്മളതിനെ 50% വിത്ത് ലിമിറ്റ് കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുത്തുക. 3500 രൂപയാണ് ഡൊണേഷൻ്റെ എമൗണ്ട് പറയുന്നത്. അപ്പോൾ ഇതൊരു വിത്ത് ലിമിറ്റ് ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ്. ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, 10% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് അല്ലേ. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ റുപ്പീസ് 2,12,000 ഉണ്ട്. 2,12,000 10% എന്ന് പറയുമ്പോൾ റുപ്പീസ് 21,200. 21,200 കുറവാണ് 3,500 രൂപയെ ഡൊണേഷൻ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡൊണേഷൻ എമൗണ്ട് ഒരു 50% വിത്ത് ലിമിറ്റ് കാറ്റഗറി ഐറ്റം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ 50% 80G പ്രകാരം ഡിഡക്റ്റ് ചെയ്യുന്നു. 3,500 ഇൻറ്റു 50% അല്ലേ, റുപ്പീസ് 1,750 ആണ് 80G ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട്. ദെൻ 2,12,000 മൈനസ് 1,750 റുപ്പീസ് 2,10,250. That is the total income of this particular firm. Okay, then next ഇതിനകത്ത് നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻകംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ ടാക്സ് എടുക്കണം. അല്ലാത്ത എല്ലാ ഇൻകത്തിനും ഫ്ലാറ്റ് റേറ്റ് ആയിട്ടുള്ള 30% എടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻകം പരിശോധിക്കുമ്പോൾ നമുക്ക് ആകെ 2 സോഴ്സിൽ ഇൻകം ഉള്ളൂ, ഇൻകം ഫ്രം ബിസിനസ്സും അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സസും. അതിനകത്ത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ഇൻകം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2,10,250 എന്ന് പറയുന്ന ഈ മൊത്തം ഇൻകവും നമ്മൾ ഫ്ലാറ്റ് റേറ്റ് ആയ 30%ലാണ് ടാക്സ് ചെയ്യപ്പെടുക. ദെൻ ടാക്സ് ഓൺ റുപ്പീസ് 2,10,250 at 30%. ദാറ്റ് ഈസ് റുപ്പീസ് 63,075 അല്ലേ. ഇത് 1 കോടി രൂപയിൽ താഴെ മാത്രമാണ് ഈ ഫേമിൻ്റെ ടോട്ടൽ ഇൻകം ഉള്ളത്. അതുകൊണ്ട് സർചാർജിൻ്റെ എമൗണ്ട് വരില്ല. പക്ഷെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4% ഓഫ് റുപ്പീസ് 63,075. ദാറ്റ് ഈസ് റുപ്പീസ് 2,523. Okay, then tax liability 65,598. As per section 288B, we are rounding off the tax liability to the nearest multiple of rupees 10. Then it is rupees 65,600. 65,600 രൂപയാണ് ടാക്സ് ലയബിലിറ്റി കിട്ടുക. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ മറ്റൊരു കാര്യം പറയുന്നതാണ്, പാർട്ട്നേഴ്സിൻ്റെ ഇൻകം ഫ്രം ഫേം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഫേമിൻ്റെ ഇൻകം നോക്കണം. ടോട്ടൽ ഇൻകം ഇവിടെ 2,10,250 ആണെന്ന് പറയുന്നുണ്ട്. ഇത് ടാക്സിന് മുമ്പുള്ള ഇൻകം ആണ് അല്ലേ. ടാക്സ് ലയബിലിറ്റിയുടെ കുറച്ചാൽ മാത്രമേ നെറ്റ് ഇൻകം എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫേമിന് ഡിസ്ട്രിബ്യൂട്ടബിൾ ഇൻകം എന്ന് പറയുന്നത് 2,10,250 ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടാക്സ് ലയബിലിറ്റി ആയിട്ടുള്ള 65,600 രൂപ കുറക്കുന്നു. അന്നേരം കിട്ടുന്ന റുപ്പീസ് 1,44,650 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഈ ഫേമിൻ്റെ ഡിസ്ട്രിബ്യൂട്ടബിൾ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ട് 3 പാർട്ട്നേഴ്സും ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഡിസ്ട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഇൻകത്തെ നമ്മൾ ഈക്വലായി ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 ഓരോ പാർട്ട്ണർക്കും അതിന് 3 ഭാഗമാണ് പ്രോഫിറ്റ് കിട്ടുക. സോ ഷെയർ ഓഫ് ഈച്ച് പാർട്ട്ണർ X, Y and Z, then 1,44,650 into 1/3 48,217 എന്ന് പറയുന്നതാണ് ഓരോ പാർട്ട്ണറും കിട്ടുന്ന ഫേമിൽ നിന്ന് കിട്ടുന്ന ഷെയർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ സെക്ഷൻ 10 സബ്സെക്ഷൻ 2A പ്രകാരം പാർട്ട്നേഴ്സിന് 185 പ്രകാരം അസസ് ചെയ്യപ്പെടുന്ന ഫേമിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് ഇൻകം എക്സംപ്റ്റ് ആണ്. 184ലും അങ്ങനെ തന്നെയാണ്. ഷെയർ ഓഫ് ഇൻകം ഫ്രം ഫേം എന്ന് പറയുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 2A പ്രകാരം പാർട്ട്നേഴ്സിന് എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇൻകമാണ്. അപ്പോൾ ഇതാണ് 9ാമത്തെ ആ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 10ാമത്തെ നിങ്ങളുടെ മെറ്റീരിയൽ അതുപോലെ 10ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. A, B and C are partners in a firm assessed under section 185 sharing profits and losses equally. ഇവിടെയും എയും ബിയും സിയും 3 പാർട്ട്നേഴ്സ് ആണ്. അവർ സെക്ഷൻ 185 പ്രകാരം അസസ് ചെയ്യപ്പെടുന്ന ഒരു ഫേമിലെ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റും ലോസും എല്ലാം അവർ ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 2020 മാർച്ച് 31 ആ ഫേമിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് കൊടുത്ത ഐറ്റംസ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, സൺട്രി എക്സ്പെൻസസ്, സാലറി ടു എ, കമ്മീഷൻ ടു ബി, interest on capital 12%, A, B and C. Then net profit, the total net profit is rupees 15,000. Gross profit is rupees 50,000 on credit side
and interest on securities, the gross income is rupees 3,000. ഇതിനകത്ത് വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഫേം ഫോർ അസസ്മെന്റ് ഇയർ 2020-21. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതിനകത്ത് കാണുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ട് 3 പാർട്ട്നേഴ്സിൻ്റെയും കൂടെ അഗ്രിഗേറ്റ് നെറ്റ് പ്രോഫിറ്റ് rupees 15,000 ആണ് അല്ലേ. നമ്മൾ ഓരോ ഐറ്റം ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നോക്കിയാൽ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അഡ്മിസിബിൾ ആണ്, എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസസ് അഡ്മിസിബിൾ ആണ്, ഡിപ്രീസിയേഷൻ അഡ്മിസിബിൾ ആണ്, വേറെ അഡ്ജസ്റ്റ്മെന്റ് പറയാത്തത് കൊണ്ട് അത് അഡ്മിസിബിൾ ആണ്, സൺട്രി എക്സ്പെൻസസ് അഡ്മിസിബിൾ ആണ്, സാലറി ടു എ അല്ലേ, റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ ആണ്, അത് ഇനഡ്മിസിബിൾ ആണ് rupees 6,000. അപ്പോൾ നമ്മൾ അതിന്റെ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. സാലറി ടു പാർട്ട്ണർ എ rupees 6,000. നെക്സ്റ്റ് കമ്മീഷൻ ടു ബി, അതും പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ ആണ്, ഇനഡ്മിസിബിൾ ആണ്, 4,000 ആഡ് ചെയ്യണം. കമ്മീഷൻ ടു പാർട്ട്ണർ ബി rupees 4,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% പെർ ആനം. നേരത്തെ മനസ്സിലാക്കിയതുപോലെ ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ഫുള്ളി ഡിസലൗഡ് ആണ്. എ ബി ആൻഡ് സി 3 പാർട്ട്നേഴ്സിന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് rupees 6,000 അല്ലേ. 1,000 plus 2,000 plus 3,000 total rupees 6,000 is inadmissible and added to the amount of net profit. ഓക്കെ, അപ്പോൾ അത്ര ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ കാണുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് rupees 31,000 ആണ് അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഉണ്ട്. അത് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ടാക്സ് ചെയ്യപ്പെടുന്ന ഇൻകം ആണ്, ഇവിടെ വരുന്ന ഇൻകം അല്ല. അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് 3,000 ഡിഡക്ട് ചെയ്യണം. സോ ലെസ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് rupees 3,000. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബിസിനസിന്റെ പ്രോഫിറ്റ് rupees 28,000 ആണ്. ഇവിടെ മറ്റു ഹെഡ്സ് ഓഫ് ഇൻകം എന്ന രീതിയിൽ നമ്മളിവിടെ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന്റെ എമൗണ്ട് rupees 3,000 എടുത്തു കഴിയുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം rupees 31,000 കിട്ടും. ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടോട്ടൽ ഇൻകവും rupees 31,000 തന്നെയാണ്. നമ്മൾ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ടാക്സ് ഐറ്റംസ് ഒന്നും ഇതിനകത്ത് വരാത്തത് കൊണ്ട് rupees 31,000 പൂർണ്ണമായും 30% റേറ്റിലാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. 31,000 into 30% rupees 9,300. നേരത്തെ ചെയ്തതുപോലെ തന്നെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 372 കൂടെ വരുന്ന സമയത്ത് ടാക്സ് ലയബിലിറ്റി 9,672 എന്ന് പറഞ്ഞ ഫിഗറിലേക്ക് എത്തും അല്ലേ. നമ്മളതിന് റൗണ്ട് ചെയ്തുകൊണ്ട് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റൗണ്ടഡ് ഓഫ് ടാക്സ് ലയബിലിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു rupees 9,670. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെക്ഷൻ 185 അസസ് ചെയ്യപ്പെടുന്ന ഫേമുകളുടെ ടോട്ടൽ ഇൻകവും ടാക്സ് ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.